ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ 10th സ്റ്റാൻഡേർഡ് ഫിസിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടുമായിട്ടാണ്. അപ്പോൾ ഒട്ടും സമയം കളയാണ്ട് തന്നെ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഫ്രണ്ട് പേജിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഡേഞ്ചർ, അപായം, റെസ്ട്രിക്റ്റഡ് ആക്സസ്, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ MRI സ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂം ഉണ്ടാവും അല്ലേ? ആ റൂമിൽ ഇങ്ങനെ എന്താ ഡേഞ്ചർ അല്ലെങ്കിൽ അപായം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം ഇതിലെന്താ ഉള്ളത്? സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് എന്നുണ്ട്. ദിസ് മാഗ്നറ്റ് ഈസ് ഓൾവേസ് ഓൺ അല്ലേ? നന്നായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഉള്ളത്. അതുകൊണ്ട് എന്താ റെസ്ട്രിക്റ്റഡ്, എല്ലാവർക്കും എന്താ അങ്ങ് കയറി പോകാനായിട്ട് പറ്റില്ല. ഇപ്പം എന്തെങ്കിലും നമുക്ക് അസുഖമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതിൻ്റെ അകത്തേക്ക് കയറി എവിടെയാണോ നമുക്ക് നോക്കേണ്ടത്, അതായത് എന്താണോ ഡിറ്റക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലാണ്ട് നമ്മളെല്ലാം ഇപ്പോൾ ഒരു ഒബ്സർവേഷൻ വാർഡിലോ അങ്ങനെയെല്ലാം നമുക്ക് എല്ലാവർക്കും കയറി പോവാം. അതുപോലെ MRI സ്കാനിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റില്ല. ഡാഡ് ആർ മാഗ്നറ്റ്സ് ഡേഞ്ചറസ്. അപ്പോൾ ഈ ഒരു കുട്ടി ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റ് ഡേഞ്ചറസ് ആണോ എന്ന്. അപ്പോൾ ഈ ഡാഡ് പറയും, ഐ വിൽ എക്സ്പ്ലെയിൻ. ഫോർ ദാറ്റ് യു നീഡ് ടു നോ സെർട്ടൈൻ തിങ്സ്. ഞാൻ പറഞ്ഞു തരാം, പക്ഷെങ്കിൽ അതിന് മുന്നേ എന്താണ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ? അപ്പം ഇതെന്താണെന്നൊക്കെ നമുക്ക് കുറച്ച് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഹാവ് യു ഓൾസോ ഹാഡ് സിമിലർ ഡൗട്ട്സ്? നമുക്കും എന്താണ് ഇങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ? അപ്പോൾ ലെറ്റ്സ് ഡു സം ആക്ടിവിറ്റീസ്. Take a pivoted magnetic needle, bring a piece of wood near to it. ഇതാണ് എന്ത്? പിവറ്റഡ് മാഗ്നറ്റിക് നീഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കോമ്പസ് നീഡിലൊക്കെ ഇല്ല, അതായത് നമുക്ക് ഡയറക്ഷൻ കാണിച്ചു തരുന്ന നോർത്ത് സൗത്ത് അല്ലേ, അങ്ങനെയുള്ള ഡയറക്ഷൻ കാണിച്ചു തരുന്ന ഒരു മാഗ്നറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നീഡിലാണ് ഇത്. എന്നിട്ട് ഇതെന്താ ചെയ്തത്? ഇതിൻ്റെ അടുത്തേക്ക് ഒരു മരത്തിൻ്റെ കഷ്ണം കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത്. വാട്ട് ഡു യു ഒബ്സർവ്? നിങ്ങൾ എന്താണ് ഒബ്സർവ് ചെയ്തത്? ഈ ഒരു മാഗ്നറ്റിക് നീഡിലിൻ്റെ അടുത്തേക്ക് നമ്മളൊരു പീസ് ഓഫ് വുഡ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നീഡിലിന് ഒന്നും സംഭവിക്കൂല അല്ലേ? ഇത് എങ്ങനെയാണോ നമ്മൾ ആദ്യം വെച്ചത് അതേപോലെ തന്നെ ഉണ്ടാവും അല്ലേ? ദ മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്സ് ഓർ ഡസിൻ ഡിഫ്ലക്ട്. എന്താണ്? മാഗ്നറ്റിക് നീഡിൽ ഡസിൻ ഡിഫ്ലക്റ്റ് ആണ് അല്ലേ? മാഗ്നറ്റിക് നീഡിലിന് എന്താണ്? ഡിഫ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഡസിൻ ഡിഫ്ലക്റ്റ് ആണ്. ബ്രിങ് എ ബാർ മാഗ്നറ്റ് നിയർ ദ മാഗ്നറ്റിക് നീഡിൽ ഇൻസ്റ്റെഡ് ഓഫ് ദി വുഡൻ പീസ്. വാട്ട് ഡു യു ഒബ്സർവ്? ഇതേപോലെ തന്നെ ഈ ഒരു മരക്കഷ്ണത്തിന് പകരം ഒരു ബാർ മാഗ്നറ്റ്, ഒരു മാഗ്നറ്റ് ഈ ഒരു നീഡിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ കാണാനായിട്ട് പറ്റിയത്? ആദ്യം വെച്ച പോലെയാണോ ഈ നീഡിലുള്ള? അല്ല, ചെറുതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കിക്കോളൂ, ഈ നീഡിലിൻ്റെ നോർത്താണ് ഇവിടെ ഉള്ളത്. ബാർ മാഗ്നറ്റിൻ്റെ എന്ത് പോളാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്? നോർത്ത് പോളാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പം നമുക്കറിയാം അല്ലേ, ഒരേപോലെയുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം നോർത്തും അടുത്ത് വരികയാണെങ്കിൽ അതെന്തായിരിക്കും? റിപ്പൽഷൻ ആയിരിക്കും. എന്താണ്? റിപ്പൽഷൻ ആയിരിക്കും കാണിക്കാം. അതേപോലെ സൗത്തും വെച്ചിട്ടുള്ളതെങ്കിലോ അതും എന്താണ് ഉണ്ടാവുക? റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നോർത്തും ആണ് ഉള്ളതെങ്കിലോ അവിടെ എന്താ ഉണ്ടാവുക? അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ സൗത്തും നോർത്തും ആണെങ്കിലോ അവിടെയും എന്താ ഉണ്ടാവുക? അട്രാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ എന്താണ്? ഒരേപോലെയുള്ള ആൾക്കാർ അല്ലേ? ലൈക്ക് പോൾസ്. എന്താണ്? ലൈക്ക് പോൾസ്. ഇവിടെ എന്താണ്? ലൈക്ക് പോൾസ്. ഇവിടെ എന്താണ്? ഒരേപോലെയുള്ള ആൾക്കാരാണോ? അല്ല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം അതെന്താണ്? അൺലൈക്ക് പോൾസ് ആണ്. എന്താണ്? അൺലൈക്ക് പോൾസ്. ഇതും എന്താണ്? അൺലൈക്ക് പോൾസ്. അപ്പം നമുക്ക് പറയാനായിട്ട് പറ്റും, ലൈക്ക് പോൾസ് ആണെങ്കിൽ അതെന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ലൈക്ക് പോൾസ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും? അട്രാക്റ്റും ചെയ്യും. ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ അത് അട്രാക്റ്റും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്ക്, ബ്രിങ് എ ബാർ മാഗ്നറ്റ്. ഒരു ബാർ മാഗ്നറ്റ് ഈ നീഡിലിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒരു നീഡിലിന് ഡിഫ്ലക്ഷൻ കാണിച്ചു അല്ലേ? ഡിഫ്ലക്ഷൻ കാണിച്ചു അല്ലേ? യെസ്. വാട്ട് ഈസ് ദ റീസൺ? Isn't the magnetic needle deflected because of the attraction and repulsion between the two magnetic poles? അല്ലേ, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ഈ ഒരു നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള കാരണം? എന്താ? ചിലപ്പോൾ ഇവിടെ നോർത്ത് പോൾ ആയതുകൊണ്ട് ഇതെന്ത് ചെയ്ത് അട്രാക്റ്റ് ചെയ്തുകൊണ്ട് അത് അങ്ങോട്ടേക്ക് നീങ്ങി. ഇനിയിപ്പോൾ ഇവിടെ സൗത്ത് പോൾ ആണെങ്കിലോ അത് അട്രാക്റ്റ് ചെയ്യും അല്ലേ? നോർത്തും വന്നു കഴിഞ്ഞാൽ അത് റിപ്പൽ ചെയ്യും, നോർത്ത് സൗത്തും വന്നു കഴിഞ്ഞാൽ എന്താ? അട്രാക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? You have now understood that if another magnetic field is created near the magnetic needle, the
മാഗ്നറ്റിക് നീഡിൽ വിൽ ഡിഫ്ലക്റ്റ്. എന്താണ് പറയുന്നത്? ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ്? ഒരു നീഡിലാണ് അല്ലെ, മാഗ്നറ്റിക് നീഡിലാണ്. ഇതും ഒരു മാഗ്നറ്റ് ആണ്, പിന്നെ എന്താ, ഇതും ഒരു മാഗ്നറ്റ് ആണ് അല്ലെ. അപ്പൊ ഈ രണ്ട് മാഗ്നറ്റ് അടുത്ത് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? അതിന് അട്രാക്ഷനോ അല്ലെങ്കിൽ റിപ്പൽഷനോ സംഭവിച്ചിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട് അല്ലെ. Don't you know that there is a magnetic field around a magnet? Yes, എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനിവിടെ ഒരു നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞൊരു മാഗ്നറ്റ് എടുത്തെന്ന് വിചാരിക്കും. ഇവിടെ എന്താണ്? ഒരു നോർത്ത് പോള് സൗത്ത് പോള് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഗ്നറ്റ് എടുത്ത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ചുറ്റ്, അതായത് അടുത്ത് എന്തെങ്കിലും ഇരുമ്പ് കഷ്ണമോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ആണിയോ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. ഏകദേശം ചെറിയൊരു സ്ഥലത്ത് അല്ലെ, ഈ ഒരു സ്ഥലത്ത് മാത്രമേ നമ്മളുടെ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റൂ. നേരെ മറിച്ച് ഞാനൊരു 5-10 സെന്റിമീറ്റർ അകലെ ഒരു എന്തെങ്കിലും ഇരുമ്പ് ആണീനെയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പൊ ഏതൊരു മാഗ്നറ്റിനും ഒരു ഫീൽഡ് ഉണ്ട്. നമ്മളിപ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഗ്രൗണ്ടിന് പുറത്തേക്കൊന്നും നമ്മൾ കൂട്ടൂലാലോ. ഈ ഗ്രൗണ്ടിന്റെ ഇവിടം വരെ അല്ലെ, ഈ ഒരു റൗണ്ട് വരെയാണ് നമ്മൾ കൂട്ടുക അല്ലെ. അപ്പൊ അതാണ് ക്രിക്കറ്റിന്റെ ഫീൽഡ്. അതേപോലെ തന്നെ എന്താ, നമ്മളുടെ മാഗ്നറ്റിനും ഫീൽഡ് ഉണ്ട്. അതായത് എന്താ, നമുക്ക് കാണാനായിട്ട് പറ്റൂല. ഇതെന്താണ്? ഇമാജിനറി ആണ്, നമ്മളുടെ ഒരു സാങ്കല്പികം മാത്രമാണ്. അപ്പോൾ ഒരു മാഗ്നറ്റിന്റെ എന്താണ് സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്ന കുറച്ചൊരു പോർഷൻ ഉണ്ട്. അതിനാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ. Don't you know that there is a magnetic field around a magnet? There are many magnetic field lines or flux lines within a magnetic field. These imaginary lines are used only to visualize the magnetic field. അല്ലെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈനിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഫ്ലക്സ് ലൈൻസ് എന്ന്. ഓക്കെ. യൂസ് എ മാഗ്നറ്റിക് കോമ്പസ്. Draw the magnetic flux lines around a bar magnet in your science diary. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇത് നോർത്ത് പോളാണ്, ഇത് സൗത്ത് പോളാണ്. അപ്പോൾ ഒരു ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ എപ്പോഴും തുടങ്ങുക നോർത്ത് പോളിൽ നിന്നും പിന്നെ എന്തിലാ, സൗത്ത് പോളിലാണ് അവസാനിക്കുക. എന്താണ്? ഒരു ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് അറ്റ് സൗത്ത് പോൾ ഔട്ട്സൈഡ് അല്ലെ. എങ്ങനെയാണ്? പുറത്ത്. എന്താണ്? പുറത്ത്. ബാർ മാഗ്നറ്റിന്റെ പുറത്താണെങ്കിൽ ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ്? നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സൗത്തിലേക്ക് എത്തുന്നത് പോലെയാണ് എന്തുണ്ടാവുക? നമ്മളുടെ ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് കേട്ടോ. അപ്പൊ ഇൻസൈഡ് എങ്ങനെയായിരിക്കും? ഇത് നോക്കിക്കോളൂ. നോർത്ത് പോളിൽ നിന്ന് വന്ന് ഇങ്ങനെ വന്ന് സൗത്ത് പോളിൽ അല്ലെ, എന്നിട്ട് എന്ത് ചെയ്യും? സൗത്ത് പോളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകും. അപ്പൊ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എപ്പോഴും ഒരു ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റ് ഫ്രം, എന്താണ്? ഒറിജിനേറ്റ് ഫ്രം നോർത്ത് പോൾ ഓഫ് എ മാഗ്നറ്റ് ടു സൗത്ത് പോൾ. എങ്ങനെയാണ്? ഔട്ട്സൈഡ്. മാഗ്നറ്റിന്റെ പുറത്താണെങ്കിൽ അത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. പക്ഷെങ്കിൽ ഒരു മാഗ്നറ്റിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? സൗത്തിൽ നിന്ന് നോർത്തിലേക്കുമായിരിക്കും. എന്താണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്കുമായിരിക്കും. ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടെ നോർത്ത് ഇവിടെ സൗത്ത് വരച്ച്, ഇനിയിപ്പോൾ നേരെ തിരിച്ച് ഞാൻ ഇവിടെ സൗത്തും ഇവിടെ നോർത്തും വരച്ചെന്ന് വിചാരിക്കും. അപ്പം എങ്ങനെ വരും? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അല്ലേ. അപ്പം ഇങ്ങനെ വരും അല്ലേ. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് നമ്മളുടെ എന്ത്? ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് വരുന്നത്. ബാർ മാഗ്നറ്റിന്റെ ഫീൽഡ് ലൈൻസ് ഔട്ട്സൈഡ് ദ ബാർ മാഗ്നറ്റ് ആണെങ്കിൽ നോർത്ത് ടു സൗത്ത് ആണ്. ഇൻസൈഡ് ആണെങ്കിൽ എങ്ങനെയാണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. എങ്ങനെയാണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. അപ്പൊ ഈ ഒരു ചിത്രം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. ഈ ഒരു ഇവിടെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, നോക്കിക്കോളൂ. നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് അല്ലേ. ഇവിടെ നോർത്താണ്, ഇവിടെ സൗത്താണ്. നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എന്ത്? ഔട്ട്സൈഡ്. എങ്ങനെയാ? നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. ഇൻസൈഡ് എങ്ങനെയാണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. ഇത് ഞാൻ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാരണം എക്സാം ഹോളിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടും കൂടി തെറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടത്, ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ എവിടെ നിന്ന് എവിടത്തേക്കാ?
നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? നോർത്തിൽ നിന്ന് സൗത്തിലേക്കായിരിക്കും. ഇൻസൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിലോ, ഇൻസൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. എന്താണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്കായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യം നിർബന്ധമായിട്ട് എന്ത് ചെയ്ത് വെക്കുക? പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് നോക്കാം. ക്യാൻ വി ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് വിത്തൗട്ട് യൂസിങ് പെർമനന്റ് മാഗ്നറ്റ്? അതായത് ഒരു ശരിക്കും, അതായത് പെർമനന്റ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ്, ഇപ്പം നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള മാഗ്നറ്റ്, ബാർ മാഗ്നറ്റ് ഒക്കെ അറിയാം അല്ലെ? ആ ഒരു മാഗ്നറ്റ് ഇല്ലാണ്ട് തന്നെ നമുക്കൊരു മാഗ്നറ്റിനെ ഉണ്ടാക്കി എടുക്കാനായിട്ട്, അതായത് മാഗ്നറ്റിന്റെ ഫീൽഡ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. മേക്ക് എ സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ഫിഗർ 4.4 യൂസിങ് എ കണ്ടക്ടിങ് റോഡ്, connecting wires, a 9-volt cell and a bell switch. Bring it near a pivoted magnetic needle. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തെന്നാ വയേഴ്സും 9-volt ബാറ്ററിയും പിന്നെ സ്വിച്ചും ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ? ഈ ഒരു സർക്യൂട്ടിന്റെ തൊട്ടടുത്ത് തന്നെ എന്തും വെച്ചിട്ടുണ്ട്? ഒരു മാഗ്നറ്റിക് നീഡിലും വെച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്കറിയാം, ഒരു മരക്കഷ്ണം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഡിഫ്ലക്ഷൻ ഇല്ല. പക്ഷെങ്കിൽ ഒരു കാന്തം കൊണ്ടുവന്ന് വെച്ചപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ ഒരു നീഡിലിന് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഫ്ലക്ഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? ഇപ്പൊ ഇവിടെ ഒരു സർക്യൂട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ? ഇനിയിപ്പോ ഈ സർക്യൂട്ട് എന്തിലാണുള്ളത്? ഓപ്പൺ സർക്യൂട്ട് ആണ് അല്ലെ? ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? ഇവിടെ കണക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മാഗ്നറ്റിക് നീഡിലിൽ ഒരു ഡിഫ്ലക്ഷനും കാണാനായിട്ട് പറ്റില്ല. ഇനി നേരെ മറിച്ച് ഇത് ക്ലോസ് ആക്കി എന്ന് വിചാരിക്കും. ഇത് ക്ലോസ് ആക്കി എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് ചെയ്യും? ഇതിലൂടെ ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും അല്ലെ? കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യും. അപ്പൊ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഇതിന് ചുറ്റിലും കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഇതിന് ചുറ്റിലും എന്തുണ്ടാക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് ഈ ഒരു കണ്ടക്ടർ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ നീഡിലിന് എന്ത് സംഭവിക്കും? ഈ നീഡിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. എന്ത് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും? ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കയ്യിൽ ഇതൊരു കണ്ടക്ടർ ആണ് എന്ന് വിചാരിക്കും. കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റീനെയൊക്കെ കണ്ടക്ട് ചെയ്യുന്ന, അതായത് കടത്തിവിടുന്ന ഒരാൾ. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു കണ്ടക്ടറിലേക്ക് ഞാനൊരു കടത്തിവിട്ട്? ഒരു കറണ്ട് കടത്തിവിട്ട് എന്ന് വിചാരിക്കും. ഒരു കണ്ടക്ടറിലേക്ക് കടത്തിവിട്ട്? ഒരു കറണ്ട് കടത്തിവിട്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ ഈ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ കണ്ടക്ടറിന്റെ അകത്തുകൂടെ ഒരു കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കണ്ടക്ടറിന് ചുറ്റും എന്ത് ഉണ്ടാക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ്. എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെ? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ ചുറ്റും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലെ? എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അറൗണ്ട് എ current carrying conductor. This magnetic field can exert a force on a magnetic needle. This is the magnetic effect of electricity. അപ്പം ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ഒരു കണ്ടക്ടറിനകത്തു കൂടി കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കറണ്ട് പാസ് ചെയ്യുന്നത് കൊണ്ട് ആ കണ്ടക്ടറിന് ചുറ്റും എന്ത് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. ഇതിനെയാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലെ? അപ്പോൾ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഒരു മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കാണ് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. പുറത്ത് മാഗ്നറ്റിന്റെ പുറത്താണെങ്കിൽ നോർത്ത് ടു സൗത്തും അകത്താണെങ്കിൽ സൗത്ത് ടു നോർത്തും ആണ്. അതേപോലെ തന്നെ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്ത് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.